Hello and welcome to Mom and Sons Company. Today is 28th December and the word for today is resentment. Resentment എന്ന വാക്കിൻ്റെ അർത്ഥം നീരസം എന്നാണ്. ആർക്കും ആരോടും നീരസമൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ. നീരസത്തിനൊക്കെ പകരം നമുക്ക് നല്ല സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ റിസെൻമെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ നീരസം. ദാറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് ആങ്കർ ഓർ ഡിസ്പ്ലഷർ അബൌട്ട് സംവൺ ഓർ സംതിങ് അൺഫെയർ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരുന്ന ഒരു സാഹചര്യത്തിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന ഒരു ഫീലിങ്ങിന് പറയുന്ന പേരാണ് റിസെൻമെൻറ്റ് എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ ആങ്കർ എന്ന് ഉപയോഗിക്കും, അപ്സെറ്റ് എന്ന് ഉപയോഗിക്കും, അൺഫെയർ എന്ന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് റിസെൻമെൻറ്റ്. ഒരു ഹൈ എൻഡ് വൊക്കാബുലറി ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ട് നോക്കാം. He felt resentment when his hard work was not acknowledged by his team. അവൻ്റെ കഠിനാധ്വാനം കണ്ടില്ല എന്ന് നടിച്ച ടീമിനോട് അവന് നീരസം തോന്നി. സ്വാഭാവികമല്ലേ, നമുക്കാണെങ്കിലും അത് തോന്നും അല്ലേ? ഓക്കെ, സെക്കൻഡ് സെൻറ്റൻസ്. Tessie worked hard to let go of her resentment toward a friend who had broken her trust. അതെ, ടെസ്സി മിടുക്കിയ. തൻ്റെ സുഹൃത്തിനോടുള്ള നീരസം ഒഴിവാക്കാനായിട്ട് അവൾ കഠിനമായിട്ട് പരിശ്രമിച്ചു എന്നാണ് ആ സെൻറ്റൻസ് പറയുന്നത്. അതെ, നമ്മളും ഇങ്ങനെ കഠിനമായിട്ട് പരിശ്രമിക്കണം, നന്നായിട്ട് പഠിക്കണം, വാക്കുകളൊക്കെ എഴുതി വെക്കണം, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വളരാനായിട്ട് അനുവദിക്കുക, നമ്മളും വളരാനായിട്ട് അനുവദിക്കുമല്ലേ. താങ്ക് യു ഫോർ ഗ്രോയിങ് വിത്ത് മം ആൻഡ് സൺസ് കമ്പനി. ബൈ ഫോർ നൗ.